ഹായ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് കിടിലൻ സിനിമ അപ്ഡേറ്റ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ മമ്മൂക്ക, ലാലേട്ടൻ, ഫഹദ് ഫാസിൽ, ചാക്കോച്ചൻ അഭിനയിക്കുന്ന പാട്രിയോട്ട് എന്ന മൾട്ടി സ്റ്റാർ ചിത്രം ഈ വരുന്ന ഏപ്രിൽ 23-ന് ലോകമെമ്പാടും 650 മുകളിൽ സ്ക്രീനിൽ റിലീസാകാൻ പോകുന്നു. ഈ ചിത്രത്തിൻ്റെ ടീസറൊക്കെ അവർ ഏകദേശം റെഡിയാക്കി കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ കിട്ടുന്ന വിവരം വെച്ചിട്ട് ടീസറല്ല ആദ്യം വരിക, അതിൻ്റെ ഒരു ട്രെയിലർ, അതായത് ഈ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലറാണ് അവർ പുറത്തിറക്കാൻ പോകുന്നത്. ഈ വരുന്ന ഏപ്രിൽ ഫസ്റ്റ് വീക്കിൽ തന്നെ ഇതിൻ്റെ ട്രെയിലർ അവർ പുറത്തുവിടും. എല്ലാം സെൻസർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ട്രെയിലർ 3 മിനിറ്റും 9 സെക്കൻഡും ആയിട്ട് ഇതിൻ്റെ ട്രെയിലറിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. അതും പക്കാ ഹെവി സാധനം എന്നാണ് കേട്ടത്. പക്കാ ഹെവി ത്രില്ലിങ്. അതും സുഷിൻ ഷ്യാമിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ 2 മെഗാ താരങ്ങളും കൂട്ടത്തിൽ നമ്മുടെ ഫഹദ് ഫാസിലും ചാക്കോച്ചനും കൂടി ഒത്തൊരുമിച്ച്, നയൻതാരയൊക്കെ ഒത്തൊരുമിച്ച് വരുമ്പോൾ അത് വേറൊരു അനുഭവമാകും എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട. അതുകൊണ്ടാണ് ഇത്രത്തോളം ഡ്യൂറേഷൻ ഉള്ളത്. അതായത് സാധാരണ 1 മിനിറ്റ് 2 മിനിറ്റ് ഉള്ളത് 3 മിനിറ്റും 9 സെക്കൻഡുമാണ് ഇതിൻ്റെ ഡ്യൂറേഷൻ. എന്തായാലും മലയാള സിനിമക്ക് വേറൊരു അനുഭവമാകും ഈ പാട്രിയോട്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിൽ എന്താ പറയുക, ഒരു ഫാൻ മെയ്ഡ് ഇറങ്ങിയത്, അതായത് മമ്മൂക്കയുടെ ഫാൻ മെയ്ഡ്. അതായത് മമ്മൂക്ക നമ്മുടെ പിണറായി വിജയനായിട്ടും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി ആയിട്ടുമുള്ള പിക്ക്. അതിൽ പറയുന്നത് വെച്ചാൽ ഈ രണ്ട് അതായത് നമ്മുടെ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ സാറും, ഈ 2 ആളുകളെയും ജീവിതചരിത്രം എടുത്ത് സിനിമയാക്കുവാണെങ്കിൽ പക്ക ആയിട്ട് അഭിനയിക്കാൻ പറ്റുന്ന മലയാളത്തിൽ ഒരേ ഒരു നടൻ അത് മമ്മൂക്ക മാത്രമേ ഉള്ളൂ എന്നാണ് ഈ ഒരു പിക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം അങ്ങനെയുള്ളൊരു സംഭവമാണ്. കാരണം അതിൽ അത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് ആ ഫേസും ആ ഒരു ആറ്റിറ്റ്യൂഡും എല്ലാം അതിലുണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ ഒരു ഉമ്മൻചാണ്ടിയുടെ ജീവിതകഥ സിനിമയാകുന്നൊക്കെ മുൻപ് ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. മമ്മൂക്കയെ വെച്ചിട്ട് തന്നെയാണ് അതിൻ്റെ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. അധികം വൈകാതെ അതിൻ്റെ ഒഫീഷ്യലൊക്കെ വരുമെന്നാണ് കേട്ടത്. എന്തായാലും നമുക്ക് അധികം വെയിറ്റ് ചെയ്യേണ്ടി വരില്ല എന്നാണ്. കാരണം അത് ഏകദേശമൊക്കെ ഒരു റെഡിയായ മട്ടിലാണെന്നാണ് കേൾക്കുന്നത്. എന്തായാലും നല്ല പ്രതീക്ഷയാണ്. അതുപോലെ തന്നെ വേറൊരു ന്യൂസും കൂടി ഉണ്ട്. നമ്മുടെ ധനുഷിൻ്റെ തമിഴ് പടം, അതായത് D55 ഈ സിനിമ നമ്മുടെ മമ്മൂക്കയും കൂടി ഇതിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിൽ മമ്മൂക്ക അഭിനയിക്കുന്ന ഈ ക്യാരക്ടർ ഒരു പോലീസുകാരനാണ്. അതുപോലെ തന്നെ അത് ഗ്രേ ഷെയ്ഡ്, അതൊരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു പോലീസുകാരനായിട്ടാണ് ഇതിൽ നമ്മുടെ മമ്മൂക്ക വരിക എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. എന്തായാലും തമിഴ് ലോകത്ത് നമ്മുടെ ദളപതിക്ക് ശേഷം മമ്മൂക്ക ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ടെങ്കിലും ദളപതിക്ക് ശേഷം വേറൊരു അനുഭവം നമുക്ക് ഈ ചിത്രത്തിലൂടെ കിട്ടുന്നുള്ള ഒരു സംശയമുണ്ട്. എന്തായാലും വെയിറ്റ് ചെയ്യാം ഈ സിനിമകൾക്കൊക്കെ വേണ്ടി. പിന്നെ ഒരുപാട് അപ്ഡേറ്റ്സ് ഉണ്ട്, അതൊക്കെ വരും ദിവസങ്ങൾ എന്തായാലും നിങ്ങൾക്ക് മുമ്പിലെത്തും. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.